ഒരു കുട്ടി ഓരോ ക്ലാസ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഒരാൾ ഇവിടെ കൊട്ടാരക്കര ബേക്കറി നിൽക്കുന്നു. ആ കൊച്ചിൻ്റെ വീട്ടിലെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ്. എൻ്റെ വണ്ടി പുള്ളി ആക്സിഡൻറ്റ് പറ്റിയ പുള്ളിയുടെ വണ്ടിയുടെ തൊട്ട് ബാക്കിലായിരുന്നു എൻ്റെ വണ്ടി. ഈ ആക്സിഡന്റ് നടക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് ഒരു ബസ് കൊണ്ട് നിർത്തി 10-20 പേര് യാത്രക്കാർ കയറിപ്പോയി. അതിദാരുണമായൊരു സംഭവമാണ് ഇന്ന് കൊട്ടാരക്കര MC റോഡിൽ സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയോട് കൂടിയിട്ടാണ് ബസ് കാത്തുനിന്ന 2 യുവതികളുടെ ഇടയിലേക്ക് ഡെലിവറി വാൻ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയത്. അതിദാരുണമായൊരു സംഭവം തന്നെയായിരുന്നു. MC റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇതിനോടൊപ്പം തന്നെ എനിക്ക് മുമ്പിൽ കാണുന്ന ഈ പനവേലി എന്ന് പറയുന്ന ഭാഗത്താണ് തിരുവനന്തപുരം ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ വാൻ ഇടിച്ചു കയറിയത്. ഈ വാൻ ഈ 2 പേരെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം സമീപത്തുണ്ടായിരുന്ന ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോയിലേക്കും ഇടിച്ചു കയറി. ഓട്ടോ ഡ്രൈവറായിരുന്ന വിജയന് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ബസ് കാത്തുന്ന സ്ത്രീകുട്ടി, അതോടൊപ്പം ഒപ്പം ഉണ്ടായിരുന്ന സോണിയ, ഇവരാണ് ദാരുണമായി ഈ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടിരിക്കുന്നത്. കൊട്ടാരക്കര MC റോഡിലെ അപകടങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പരാതി നൽകിയിട്ടും ഈ റോഡ് അപകടങ്ങൾ ഇപ്പോൾ തുടർക്കഥയാവുന്നതിന്റെ കാരണങ്ങൾ എന്താണെന്ന് ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. നാട്ടുകാർ പ്രതികരിക്കുന്നു. സംഭവങ്ങളുടെ എല്ലാം ദൃക്സാക്ഷിയായിട്ടുള്ള ശശിധരൻ എന്ന ചേട്ടനാണ് കൂടെ നിൽക്കുന്നത്. ശരിക്കും ഈ ചേട്ടൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതാണ്. തലനാരിക്കെന്ന് പറഞ്ഞാൽ ഒരു 2 സെക്കൻഡ് എൻ്റെ വണ്ടി പുള്ളി ആക്സിഡൻറ്റ് പറ്റിയ പുള്ളിയുടെ വണ്ടിയുടെ തൊട്ട് ബാക്കിലായിരുന്നു എൻ്റെ വണ്ടി. അപ്പോൾ ഇവിടെ മിൽമേന്ന് പാലും മേടിച്ചുകൊണ്ട് വന്നൊരു മേഡം, ഒരു ചേച്ചി എൻ്റെ വണ്ടിയും വിളിച്ച് ഇവിടുന്ന് ഒരു 200 മീറ്റർ അപ്പുറത്തോട്ട് മാറിയപ്പോഴാണ് ഇവിടെ ആക്സിഡൻറ്റ് നടക്കുന്നത്. ഇല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ഞാനും പോയേനെ. അപ്പോൾ 2 പെൺകൊച്ചുങ്ങളെല്ലാം നമുക്കറിയാവുന്ന കൊച്ചുങ്ങളാണ്. രാവിലെ ബസ് കയറാനായിട്ട് ജോലിക്ക് പോകുന്ന കുട്ടികളാണ്. ഒരു കുട്ടി ഓരോ ക്ലാസ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഒരാൾ ഇവിടെ കൊട്ടാരക്കര ബേക്കറി നിൽക്കുന്നു. ആ കൊച്ചിൻ്റെ വീട്ടിലെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാണ്. കാരണം ഒരു വീട് പൂർത്തിയായിരിക്കാൻ പറ്റും. 27 വയസ്സായിട്ട് കല്യാണം പോലും നടക്കാത്തൊരു കൊച്ചാത്. അവരുടെ വീട്ടിൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ സുഖമില്ലാത്തതാണ്. ആ കുട്ടിയും പോയി. അതിന് ഇച്ചിരി അനക്കം ഉണ്ടായിരുന്നു. പിന്നെ ഓട്ടോ ഡ്രൈവർക്കാണെങ്കിൽ സീരിയസ് ആയിരുന്നു. കാല് ഒടിഞ്ഞ് തൂങ്ങി, നെറ്റി പൊട്ടി പൊളന്നു. പുള്ളിക്കാരനെ ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്. പുള്ളിക്കാരൻ നേരത്തെ ഒരു ആക്സിഡൻറ്റ് പറ്റി അങ്ങനെ ഒരുപാട് നേരം ഒന്നും ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഓട്ടോ ഡ്രൈവർ സീറ്റ് തന്നെ ഇരിക്കുകയുള്ളായിരുന്നു. അങ്ങനെയാണ് പുള്ളിക്കാരൻ ഇതിൽ പെട്ടുപോയത്. പുള്ളി SB ഓട്ടി കൊണ്ടുപോയിട്ട് എടുത്തില്ല, അനന്തപുരിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അവിടുത്തെ ഡീറ്റെയിൽ വിവരങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇച്ചിരി ഗുരുതരമാണെന്നാണ് പറയുന്നത്. അറിയാൻ കഴിഞ്ഞു. ഇതിനകത്ത് പിന്നെ ആംബുലൻസ് തന്നെ കിട്ടാനായിട്ട് നമുക്ക് 20 മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് ഒരു ആംബുലൻസ് കിട്ടിയത്. ഒരു ചെറിയ ആംബുലൻസിനകത്ത് 2 സ്ത്രീകളെ കയറ്റിക്കൊണ്ട് പോകും. പിന്നെ ഒരു ആംബുലൻസ്, അത് കഴിഞ്ഞ് ചെറുപറ ആംബുലൻസ് വന്നു. കാരണം അവരെ കുറ്റം പറയണ്ട, രാവിലത്തെ സമയമായതുകൊണ്ട്. നമ്മുടെ ഈ ഏരിയയിൽ കൊട്ടാരക്കര ഇങ്ങോട്ട് വിട്ടാൽ സദാനന്ദപുരം, കക്കാട് കഴിഞ്ഞ ആഴ്ച തന്നെ 2 പറഞ്ഞതാണ്. കക്കാട്, പനവേലി, ഈ പിന്നെ കൈപ്പള്ളിമുക്ക്, പൊടിയാറ്റുമുള, വാളകം, ഈ ഏരിയ നിരന്തരം ആക്സിഡന്റ് മേഖലയാണ്. ഇവിടെ ഒരു സിഗ്നൽ ലൈറ്റ് വെക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലേ എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു. ഡ്രൈവർ ഇറങ്ങി ഓടി. വണ്ടി ഇവിടുന്ന് ഒരു 200 മീറ്റർ അപ്പുറത്ത് മാറിയിട്ടാണ് വണ്ടി നിർത്തിയിട്ട് അവൻ കയറി ഓടി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? 3 ഇവിടെ കിടക്കും. അവൻ്റെ പുറകെ ഓടാൻ പറ്റുമോ? ഇവിടെ അന്നേരം ആളും ഇല്ല. 6:30 സമയമായതുകൊണ്ട് സൊസൈറ്റി പാല് മേടിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളും. അത് മാത്രമല്ല, ഇതിനേക്കായി വലിയൊരു ദുരന്തം ഒഴിവായി. ഈ ആക്സിഡന്റ് നടക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് ഒരു ബസ് കൊണ്ട് നിർത്തി 10-20 പേര് യാത്രക്കാർ കയറിപ്പോയി. കൊട്ടാരക്കരയ്ക്ക് വരുന്ന ബസ് 10-20 കുഞ്ഞുങ്ങൾ, രാവിലെ ട്യൂഷന് പോകുന്ന കുഞ്ഞുങ്ങളെല്ലാം ഈ സമയത്തൂടെ കാണും. ഇത് കഴിഞ്ഞ് ഇവരിവിടെ നിന്ന് ആ ബസ്സിൽ തിരക്കായതുകൊണ്ട് കയറിയില്ല. അടുത്ത് ഇവർ പാസിലാണ് സാധാരണ പോകുന്നത്. ഇവരൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം ആ ഒരു ബസ് വന്ന് ഇത്രയും പേര് കയറിപ്പോയതുകൊണ്ടൊരു വലിയ അപകടം ഒഴിവായി. മെമ്പറാണ് കൂടെ ഉള്ളത്. ഈ സംഭവം പറഞ്ഞപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ നമ്മുടെ വാർഡിൽ തന്നെ വേറൊന്നൊരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് അവിടെ നിൽക്കുമ്പോഴാണ് രാവിലെ ഇവിടെ ആഘോഷ തൊഴിലാളികൾ നമ്മളെ വിളിക്കുന്നത്. രാവിലെ വന്നപ്പോൾ തന്നെ പിന്നെ അവരിവിടെ ഈ പനവേലി ജംഗ്ഷനിലെ ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഈ റോഡ് സൈഡിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ നമുക്കറിയാൻ സാധിച്ചത് തിരുവനന്തപുരത്തു നിന്നും അവർ നേരെ പിന്നെ കോതമംഗലത്തേക്ക് പോകുന്ന വാനാണ് വന്ന് ഈ 407 എന്ന് പറഞ്ഞ വണ്ടിയാണ് വന്ന് ഇടിച്ചിട്ടുള്ളത്. ആ ഇടിച്ച സ്പോട്ടിൽ തന്നെ അവിടുന്ന് ഇടിച്ചതിന് ശേഷം നേരെ വന്ന് അമിത വേഗതയിലായിരുന്നു. ഈ ഓട്ടോറിക്ഷ തട്ടിയതിന് ശേഷം അവിടെ വണ്ടി നിർത്താതെ 100 മീറ്റർ അപ്പുറത്ത് ആ പാലത്തിന്റെ അവിടെ കൊണ്ട് നിർത്തിയതിന് ശേഷം ഡ്രൈവറും കിളിയും അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. അങ്ങനെയായിരുന്നു. പോലീസ് ഐഡന്റിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കോതമംഗലം സ്വദേശികളാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പം നമുക്കിപ്പോൾ ഇന്ന് 2 ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞൊരു വർഷക്കാലയളവ് കൊണ്ട് ഏകദേശം 36ഓളം മരണങ്ങളാണ് ഈ തിരുവനന്തപുരം, പ്രത്യേകിച്ച് MC റോഡിൽ നടന്നിട്ടുള്ളത്. ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഐഡന്റിഫിക്കേഷൻ നടത്തിയിട്ടുള്ള 5ഓളം സ്പോട്ടുകൾ ഡേഞ്ചർ സ്പോട്ടുകളാണ്. ഒന്ന് കരിക്കം ഇറക്കത്തിന്റെ ഭാഗം,
2 സദാനഗരം ഗവൺമെന്റ് ഹൈസ്കൂൾ, 3 കക്കാട്, 4 പനവേലി, 5 മേഴ്സി ഹോസ്പിറ്റലിന്റെ വളവ്. അങ്ങനെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ തന്നെ ഒരിക്കൽ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്. നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അടക്കം, നമ്മൾ ജനപ്രതിനിധികൾ അടക്കം നമ്മൾ ഒട്ടനവധി പരാതികൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് സീബ്ര ലൈനുകൾ തെളിക്കുക, സിഗ്നൽ ലൈറ്റുകൾ കറക്റ്റായിട്ട് ഓണാക്കുക, അതോടൊപ്പം തന്നെ ഈ ഐഡന്റിഫിക്കേഷൻ നടത്തിയിട്ടുള്ള സ്പോട്ടുകളിൽ ബോർഡുകൾ സ്ഥാപിക്കുക അടക്കമുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് എയർപോർട്ടിലേക്ക് പോകുന്ന വാഹനങ്ങൾ രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത്. രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു മാസം ഈ കക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് 5ഓളം മരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സുഗനൻ എന്ന് പറയുന്ന കൊല്ലം സ്വദേശിയായിട്ടുള്ള 2 വീലറിൽ വന്ന അദ്ദേഹത്തെ ഒരു വാഹനം വന്ന് ഇടിച്ച് ഈ കാല് പൂർണ്ണമായിട്ട് പോയി അദ്ദേഹം മരണപ്പെട്ടു. അപ്പം പ്രത്യേകിച്ച് ബഹുമാനി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം 2 ഹമ്പുകൾ ഉണ്ടായിരുന്നു. ഈ ഹമ്പുകൾ മാറ്റിയപ്പോഴത്തേന് അമിത വേഗത കൂടുന്നു എന്നുള്ളതാണ് കാണുവാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും നമുക്ക് പറയാനുള്ളത് സിഗ്നൽ ലൈറ്റുകൾ, സീബ്ര ലൈനുകളൊക്കെ തെളിക്കുക, ഐഡന്റിഫിക്കേഷൻ നടത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ ബോർഡുകൾ സമർപ്പിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഏറ്റെടുക്കാൻ സാധിക്കും. ഇനിയൊരു ജീവൻ പൊലിയരുത്. വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. കാരണം MC റോഡിൽ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ MC റോഡുമായി ബന്ധപ്പെട്ട് നിരവധി അപകടങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നടന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവിടുത്തെ സിഗ്നൽ ലൈറ്റുകളും അതോടൊപ്പം തന്നെ റോഡിലെ സീബ്ര ലൈനുകൾ ഉൾപ്പെടെയുള്ളവ കറക്റ്റായ രീതിയിൽ തെളിക്കാത്തതും ഒരു വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം